ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എന്റെ വിനീതമായ പ്രണാമം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അധ്യായം 13 ആരംഭിച്ചിരുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവ് അദ്ദേഹം രാജ്യം വിട്ടെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ആ ഒരു രംഗം വരുന്ന അധ്യായമാണ്. അപ്പോൾ നമ്മൾ കണ്ടു വിതുര മഹാത്മാവ് അദ്ദേഹം ഹസ്തിനാപുരത്തിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ തീർത്ഥാടനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് വിതുരരെ എങ്ങനെയാണ് ഹസ്തിനാപുരത്തിലുള്ള എല്ലാവരും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച ചെയ്ത വിഷയം. കഴിഞ്ഞ അവസാനത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് നോക്കാം 8ാമത്തെ ശ്ലോകം മുതൽ. വളരെ ഭംഗിയായി എല്ലാവരും വിതുരരെ സ്വീകരിച്ചു. ഇനി യുധിഷ്ഠിര മഹാരാജാവും വിതുരരും തമ്മിലുള്ള ആ ഒരു സംവാദമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. യുധിഷ്ഠിരോ വാച അപി സ്മരത നോ യുഷ്മത് പക്ഷഛായാ സമേതിതാൻ വിപദ്ഗണാദ് വിഷാഗ്നേ വിഷാംയാദിർ മോചിതായത് സമാർത്തഃ. ഹരേ കൃഷ്ണ. പ്രഭു വായിക്കട്ടെ. വായിക്കൂ. യുധിഷ്ഠിരവുവാച അഭിസ്മരധനോ യുഷ്മത് പച്ചക്ഷായാ സമേധിതാൻ വിപദ്ഗണാദിഷാഗ്നേദിർ മോചിതായൽ സമാതൃകാഃ. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കട്ടെ പ്രഭു. വായിക്കൂ. വിവർത്തനം. ശ്രീല പ്രഭാതിക്ക് ജയ്. മഹാരാജാവ് യുധിഷ്ഠിരൻ പറഞ്ഞു, നാനാവിധത്തിലുള്ള അത്യാഹിതങ്ങളിൽ നിന്നും ഞങ്ങളുടെ മാതാവിനോടൊപ്പം ഞങ്ങളെ അങ്ങ് എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? പക്ഷിയുടെ ചിറകുകൾ എന്ന പോലെ അങ്ങയുടെ പക്ഷപാതം ഞങ്ങളെ വിഷബാധയിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും രക്ഷിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾ കാണുന്നു യുധിഷ്ഠിര മഹാരാജാവ് വിതുരരോട് ചോദിക്കുകയാണ്, അങ്ങേക്ക് ഓർമ്മയുണ്ടോ അങ്ങ് ഞങ്ങളെല്ലാവരെയും സംരക്ഷിച്ചത്? ഒരുപാട് വർഷങ്ങൾ മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും യുധിഷ്ഠിര മഹാരാജാവ് അത് ഓർക്കുന്നു. പറയുന്നു, ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളുടെ അമ്മയെയും മക്കളെ എല്ലാവരെയും, അമ്മയും മക്കളെയും അങ്ങ് ഒരുപാട് ദുരിതങ്ങളിൽ നിന്ന് അങ്ങ് രക്ഷിച്ചു. കാര്യം, ദുര്യോധനൻ ഓരോ കാര്യങ്ങൾ, അതായത് പാണ്ഡവരെ നശിപ്പിക്കാൻ വേണ്ടി, പാണ്ഡവരെ കൊല്ലാൻ വേണ്ടി ഓരോ ദുഷിച്ച കാര്യങ്ങളും, അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. പല രീതിയിലും ഇവരെ ബുദ്ധിമുട്ടിക്കാൻ നോക്കി. ബുദ്ധിമുട്ടിക്കാൻ മാത്രമല്ല, ജീവൻ എടുക്കാനാണ് അദ്ദേഹം നോക്കിയത്. ആര്? ദുര്യോധനൻ അങ്ങനെ ഒരുപാട് പ്ലാനിങ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നമുക്കറിയാം, വിഷാൻ മഹാഗ്നെ, ഒരുപാട് കുന്തി മഹാറാണിയുടെ സ്തുതിയിൽ നമ്മൾ പഠിച്ചു. ഒരുപാട് ദുരിതങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെല്ലാത്തിനും കാരണം ദുര്യോധനനാണ്. അപ്പോൾ ദുര്യോധനൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്യുമ്പോൾ വിതുര മഹാത്മാവ് അദ്ദേഹത്തിന് ഇതെല്ലാം മനസ്സിലാവുമ്പോൾ പല രീതിയിലും അദ്ദേഹം ആരും അറിയാതെ വന്ന് യുധിഷ്ഠിര മഹാരാജാവിനോടും അല്ലെങ്കിൽ പാണ്ഡവരോട് കാര്യം പറയാറുണ്ട്. ഇങ്ങനെ ദുര്യോധനൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ. അങ്ങനെ പല സമയത്തും പല സാഹചര്യങ്ങളിലും വിതുരര് ഇവരെ രക്ഷിച്ചിട്ടുണ്ട്. അതായത് പറയുകയാണെങ്കിൽ എല്ലാ സമയത്തും തന്നെ പറയാം, വിതുര മഹാത്മാവിന് അദ്ദേഹത്തിന് അറിയുമ്പോഴൊക്കെ അദ്ദേഹം വന്ന് പറയാറുണ്ട്. ഇതിന് ഒരുപാട് അവസരങ്ങളിൽ അദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്. മഹാരാജ് യുധിഷ്ഠിര മഹാരാജ് പറയുന്നു, എങ്ങനെയാണോ ഒരു അമ്മ പക്ഷി കുട്ടി, അതായത് ബാക്കി ചെറിയ പക്ഷികളെ, മക്കളെ സംരക്ഷിക്കുന്നത്, അതേപോലെ ഞങ്ങളെ ആരും ഞങ്ങളെ തൊടാതെ അങ്ങ്, അതായത് അത്ര നല്ല രീതിയിൽ ഒരു അമ്മയും അച്ഛനും എങ്ങനെയാണോ ചെറിയ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. കാര്യം, കുഞ്ഞുങ്ങൾ നിസ്സഹായാവസ്ഥയാണ്. വേറെ ആരെയും അല്ലെങ്കിൽ തനിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പൂർണ്ണമായിട്ടും അമ്മയോ അച്ഛനെയോ ആശ്രയിച്ചേ മതിയാവൂ, അല്ലെ? ചെറിയ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്.
ഫുൾ ഡിപ്പെൻഡൻസ് ആണ് വരുന്നത്. അതേപോലെ പാണ്ഡവരെല്ലാവരും പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നു. അതേപോലെ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരായിട്ടുള്ള ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള പരിശുദ്ധ ഭക്തരിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മഹാരാജ് അല്ലെങ്കിൽ വിതുര മഹാത്മൻ, അദ്ദേഹം വന്ന് ഇവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ കാണുന്നു. യുധിഷ്ഠിര മഹാരാജ് ഓർത്തുകൊണ്ട് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഇതിൽ നിന്നുള്ളൊരു പാഠം നമുക്ക്, ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവും, വർഷങ്ങൾ കഴിയും, ഒരുപാട് വർഷങ്ങൾ കഴിയും, മുന്നോട്ട് പോവും. ഒരുപാട് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലായി നമ്മളെ സഹായിച്ചിട്ടുണ്ട്, നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. പല രീതിയിലും നമ്മളെ ഭഗവാന്റെ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമല്ല, ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കില്ല, ഈവൻ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും മറ്റുള്ളവരിൽ നിന്ന്. കാര്യം ഈ ലോകത്ത് ജീവിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. അതായത് ഭൗതിക തലത്തിലുള്ള ഇപ്പോൾ എഡ്യൂക്കേഷൻ, നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ച ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചോദ്യമാണ്. പക്ഷെ എന്നാലും അന്ന് നമ്മൾ നല്ല രീതിയിൽ സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിക്കുന്നുണ്ടാവും, അതിനെല്ലാം ശേഷം ജോലി കിട്ടുന്നു. അപ്പൊ അതിനൊക്കെ പിന്നെ അതിനുശേഷം കൃഷ്ണാവബോധത്തിൽ അതിനുശേഷമാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ അച്ഛനും അമ്മയും മുതൽ ടീച്ചേഴ്സും കൂട്ടുകാരും അങ്ങനെ പല ആളുകളും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചും ഭക്തിയുത സേവനങ്ങളെ കുറിച്ചോ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചോ പറഞ്ഞു തരുന്ന വ്യക്തികളും അവർ തീർച്ചയായിട്ടും ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള വ്യക്തികളെയും പ്രത്യേകിച്ചും ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ, നമ്മൾ ചിലപ്പോൾ ഭക്തിയിൽ വന്നതിന് ശേഷം 10 വർഷം 20 വർഷം 30 വർഷം ഒക്കെ കഴിയും. അപ്പോൾ പല സ്റ്റേജസിലും പല സാഹചര്യങ്ങളിലും നമ്മളെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ടാവും. അവരോട് നമ്മൾ എപ്പോഴും ഈ ഒരു നന്ദിയും കടപ്പാടും കൃതജ്ഞതയും നമ്മൾ രേഖപ്പെടുത്തണം. അവരെ നേരിട്ട് കാണുമ്പോൾ കാണിക്കുവാൻ വേണ്ടി പറയുക എന്നുള്ളതല്ല, ഉള്ളിൽ ആ ഒരു ഭാവം വേണം. എല്ലാവരോടും നന്ദി ഉണ്ടാവണം നമുക്ക്. എല്ലാവരും, ഒരുപാട് വ്യക്തികൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, ഇനി സഹായിക്കാനും പോകുന്നുണ്ട് പല രീതിയിലായിട്ട്. തീർച്ചയായിട്ടും എല്ലാവരും നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ. ഈവൻ ചീത്ത ആളുകളാണെങ്കിലും, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലാതെ, അല്ലെങ്കിൽ ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശത്രുവായി നമ്മളെ കാണുന്നവരോ, അങ്ങനെ ഒരുപാട് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നല്ല പോസിറ്റീവായിട്ടുള്ള ആ ഒരു സംഘം മാത്രമായിരിക്കില്ല. പോസിറ്റീവായിട്ടുള്ള സംഘം തീർച്ചയായിട്ടും അവരുടെ സഹായം നമുക്ക് പല ഘട്ടങ്ങളിലും ഉണ്ടാവും. അപ്പോൾ അവരോട് നാച്ചുറലി ഒരുപക്ഷെ നമുക്ക് നന്ദി തോന്നാം, അതും ചിലപ്പോൾ തോന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അത് നല്ലൊരു കാര്യമല്ല. ഇനി നമ്മളെ ശത്രുക്കളായി കാണുന്നവരോ, അല്ലെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളവരോ, എന്ത് വേണമെങ്കിലും ആവട്ടെ, അങ്ങനെയുള്ള ആളുകളോട് പോലും നമുക്കൊരു വിദ്വേഷം പാടില്ല, ഒരു ശത്രുത നമുക്ക് തോന്നാൻ പാടില്ല. കാര്യം എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. ഇന്ന് അവര് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ കർമ്മം നമുക്ക് ഭഗവാൻ തരുമ്പോൾ ആ കർമ്മം കൊണ്ടുവരാൻ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമുണ്ടാവും, ഒരു ഇടയിൽ ഒരു മീഡിയേറ്റർ ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഉപകരണത്തെ ആവശ്യമുണ്ട്. ആ ഉപകരണമായി പല ആളുകളെയും ഉപയോഗിക്കുന്നു. അപ്പോൾ ആ വ്യക്തിയും നമ്മളും തമ്മിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. ആ കർമ്മം കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ അവരോട് ശത്രുത തോന്നേണ്ട ഒരു കാര്യവുമില്ല. അതേപോലെ അങ്ങനെയുള്ള നെഗറ്റീവായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിലും അവരും ആക്ച്വലി നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ആവരുത് എന്നുള്ളത് പഠിപ്പിക്കുന്നു. എങ്ങനെ ആവരുത് എന്നുള്ളത് പഠിപ്പിക്കുന്നതും വലിയ കാര്യമാണ്. നമ്മൾ എന്തിനാണ് ഈ ശാസ്ത്രങ്ങളിലെ ഈ ഭാഗവതം നോക്കിക്കഴിഞ്ഞാലും രാമായണം നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും നമ്മൾ കാണുന്നു. ആസുരിക ചിന്താഗതി ഉള്ളവരും അതേപോലെ നല്ല വ്യക്തികളും. ഇപ്പോൾ മഹാഭാരതം എടുത്തു കഴിഞ്ഞാൽ ദുര്യോധനൻ, കർണൻ എന്ന് പറയുന്ന അങ്ങനെയുള്ളവര് ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് പാണ്ഡവരും.
അപ്പോൾ പാണ്ഡവർ എങ്ങനെയാണോ അതേപോലെ നമ്മൾ ആയിരിക്കണം, പാണ്ഡവരുടെ പാത പിന്തുടരണം എന്നുള്ളത് പാണ്ഡവർ നമ്മളെ പഠിപ്പിക്കുന്നു. ദുര്യോധനും കർണനും പഠിപ്പിക്കുന്നു അവരെ പോലെ ആവരുത് എന്നുള്ളത്. അപ്പോൾ അവരെ പോലെ ആവരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, കേട്ടിട്ടില്ലെങ്കിൽ എന്താണ് തെറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ആ തെറ്റിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് മനസ്സിലാവില്ല. ശരിയല്ലേ? ഇനി അജാമിളന്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, അജാമിളൻ തെറ്റായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു. അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. തുടക്കത്തിൽ നല്ലൊരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച വ്യക്തിയാണ്. പക്ഷേ ചീത്ത കൂട്ടുകെട്ടിൽ അല്ലെങ്കിൽ ആ വേശ്യാസ്ത്രീയുമായിട്ടുള്ള സമ്പർക്കത്തിൽ അദ്ദേഹം നശിച്ചു പോന്നു. അപ്പോൾ അജാമിളൻ നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നു. എങ്ങനെയാവരുത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യവും അതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ ക്യാരക്ടർ ഭാഗവതത്തിൽ ഇല്ല എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല. അതായത് ഹരിനാമത്തിന്റെ മഹാത്മ്യം അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. അതിനകത്ത് ആ ഒരു ലീലയിൽ നമ്മൾ പഠിക്കുന്നു. അതേപോലെ എങ്ങനെ ആവരുത് എന്നുള്ളത് പഠിക്കുന്നു. വഴി തെറ്റിപ്പോവാനുള്ള സാധ്യതകളുണ്ട്, ഇന്ദ്രിയങ്ങൾ വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ, എപ്പോഴും ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നുള്ളതൊക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ പറയുമ്പോൾ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് നമ്മളെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതേപോലെ രാവണൻ, ശൂർപ്പണഖ, കുംഭകർണനൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ രാവണനെ സംബന്ധിച്ച് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി. എന്തെങ്കിലും, പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? സീതാദേവി കൂടെയുണ്ട്. സീതാദേവി എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവിയാണ്. മാത്രമല്ല അദ്ദേഹം ശ്രീരാമനെ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അപ്പൊ ഭഗവാന്റെ ദർശനം കിട്ടിയിട്ടുണ്ട് ഇവർക്കൊക്കെ. പക്ഷേ ദർശനത്തിൽ മാത്രം കാര്യമില്ല. ദർശനം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? രാവണന് ഭഗവാനാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്ത തെറ്റുകളൊന്നും ചെയ്യില്ലായിരുന്നു, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. രാവണൻ ചെയ്തിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കാം ആർക്ക് വേണമെങ്കിലും എന്നുള്ളതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവ് ക്യാരക്ടേഴ്സും നെഗറ്റീവ് ക്യാരക്ടേഴ്സും എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവരോടും നമുക്ക് നന്ദി വേണം എന്നുള്ളതാണ്. ഭാഗവതം എടുക്കുമ്പോൾ, ശാസ്ത്രങ്ങൾ എടുക്കുമ്പോൾ, ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് കാണുമ്പോൾ, ഈ ഭാഗം ഞാൻ വായിക്കില്ല, ഈ ഭാഗം വേണ്ട, അങ്ങനെ നമ്മൾ മാറ്റിവെക്കരുത്. കാര്യം എല്ലാവരും നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് എല്ലാവരോടും നന്ദി നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ അർത്ഥം അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകൾ ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സമ്പർക്കം വേണമെന്നോ കൂട്ടുകെട്ട് വേണമെന്നോ അസോസിയേഷൻ വേണമെന്നോ എന്നുള്ളതല്ല പറയുന്നത്. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. എന്നാൽ അവരും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് അവരോട് വിദ്വേഷം തോന്നാതെ മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നന്ദി ഉണ്ടാവുക. അപ്പോൾ ഈ നന്ദി എന്ന് പറയുന്നത്, കടപ്പാട് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഒരു ഭക്തനെ സംബന്ധിച്ച്. നോക്കിക്കഴിഞ്ഞാൽ ഏത് പരിശുദ്ധ ഭക്തനെ എടുത്തോളൂ, യുധിഷ്ഠിര മഹാരാജാവിനെ എടുത്തോളൂ, വിതുരരെ എടുത്തോളൂ, പ്രഹ്ലാദ മഹാരാജനെ എടുത്തോളൂ. പ്രഹ്ലാദ മഹാരാജന് ഹിരണ്യകശിപുവിനോട് എന്തെങ്കിലും വിദ്വേഷം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ചെയ്യാത്തതായിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടോ? എല്ലാം ചെയ്തിട്ടുണ്ട്. നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു വിദ്വേഷം തോന്നിയിട്ടില്ല. കാര്യം പ്രഹ്ലാദിന്റെ ക്വാളിറ്റിയാണത്. അതേപോലെ യുധിഷ്ഠിര മഹാരാജാവിന് ദുര്യോധനം ചെയ്തിട്ടുള്ള തെറ്റുകൾക്കും അദ്ദേഹത്തിന് ഒരു വിദ്വേഷമോ ശത്രുതയോ തോന്നിയിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി. അപ്പോൾ ഈ ക്വാളിറ്റി ആണ് ഭക്തർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ നന്ദി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രത്യേകിച്ചും ഇനി പറയുകയാണെങ്കിൽ നമ്മളെ ഭക്തിയിൽ സഹായിച്ചിട്ടുള്ള ഓരോ വ്യക്തികളും, ഓരോ സാഹചര്യം അല്ലെങ്കിൽ ഓരോ നിമിഷത്തും അല്ലെങ്കിൽ ഓരോ സമയത്തും നമ്മളെ പലവരായിരിക്കും സഹായിക്കുന്നത്. എല്ലാവരോടും നമുക്ക് നന്ദിയും കടപ്പാടും എപ്പോഴും വേണമെന്നുള്ളത് ഇതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ധ്രുവ മഹാരാജാവിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, ധ്രുവ മഹാരാജാവ് അദ്ദേഹം ഭഗവത് സാക്ഷാത്കാരം നേടി അവസാനം വൈകുണ്ഠത്തിൽ നിന്ന് വിമാനം വന്നു ധ്രുവ മഹാരാജാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്ന സമയത്ത് ധ്രുവ മഹാരാജ് ചോദിച്ചു വിഷ്ണുദൂതന്മാരോട്, എന്റെ അമ്മ എവിടെയാണ് എന്നുള്ളത്. കാര്യം അമ്മയുടെ കൃപ കൊണ്ടാണ്, അമ്മയുടെ സ്നേഹം കൊണ്ടാണ്, അമ്മയാണ് ധ്രുവ മഹാരാജാവിനെ ഭഗവത് സാക്ഷാത്കാരം അല്ലെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം ഭഗവാൻ തരും, അതുകൊണ്ട് ഭഗവാനെ
ഭഗവാനോട് നീ ചോദിച്ചോളൂ. ഭഗവാൻ എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാട്ടിലുണ്ട്, പോയി ധ്യാനിക്കാൻ പറഞ്ഞു. അപ്പോൾ സുനീതി മാതയുടെ ആ ഒരു അനുഗ്രഹത്താലും ആ ഒരു മാർഗനിർദ്ദേശമാണ് ധ്രുവ മഹാരാജാവ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ധ്രുവ മഹാരാജാവിനോട് കടപ്പാടുണ്ട്, അമ്മ എന്നുള്ള കടപ്പാടും ഉണ്ട്. അതിനപ്പുറത്ത് ഒരു ആത്മീയ പാതയിൽ വഴി കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും മറന്നില്ല. അവിടെ അമ്മയല്ലെങ്കിലും ധ്രുവ മഹാരാജാവ് മറക്കില്ലായിരുന്നു. ധ്രുവ മഹാരാജ് ആദ്യം ചോദിച്ചതാണ് എന്താണ് അമ്മ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അമ്മ ഓൾറെഡി അങ്ങ് പോകുന്നേക്കാൾ മുമ്പ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതാണ്, ഇതെല്ലാം നമുക്ക് പഠിക്കാവുന്നതാണ് ഇതിൽ നിന്ന്, ഈ ഒരു ശ്ലോകത്തിൽ നിന്ന്. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, പാണ്ഡവരോട് വിതുരർക്കുണ്ടായിരുന്ന സ്നേഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പല രീതികളിലും അദ്ദേഹം പല സാഹചര്യങ്ങളിലും സംരക്ഷിച്ചു എന്നുള്ളത്. ഇപ്പൊ വിതുര മഹാത്മാവ് പാണ്ഡവരോട് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാർഷ്യാലിറ്റി ഒന്നും കാണിച്ചിട്ടില്ല. അദ്ദേഹം ദുര്യോധനനും ദുശാസനോടും സ്നേഹം ഉണ്ടായിരുന്നു. കാര്യം അതുകൊണ്ട് നല്ലത് അവരെ ഉപദേശിക്കാറുണ്ട്. സ്നേഹം ഉള്ളത് കൊണ്ടാണല്ലേ, ഒരു അഭ്യുദയകാംക്ഷി ആയതുകൊണ്ടല്ലേ നല്ലത് ഉപദേശിക്കുന്നത്. പക്ഷെ ധൃതരാഷ്ട്രവും ദുര്യോധനും അത് കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളത് വേറെ പ്രശ്നം. അതുകൊണ്ട് ഭഗവാൻ എങ്ങനെയാണോ സമൂഹം സർവഭൂതേഷു അല്ലെ, അതേപോലെയാണ് ഭഗവാന്റെ പരിശുദ്ധ ഭക്തരും. എല്ലാവരെയും അവര് സഹായിക്കാൻ നോക്കുന്നു. അതിൽ ചില ആളുകൾ പറയുന്നത് കേൾക്കുന്നു, ചില ആളുകൾ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വിരോധവും വിദ്വേഷവും തോന്നുന്നില്ല, അതുമില്ല. അതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ ഒരാൾക്ക് ഉപദേശം കൊടുക്കുവാണെങ്കിൽ ആ ഉപദേശം അവര് കേട്ടില്ല എന്ന് വെക്കുക. നമ്മൾ പറഞ്ഞു, നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു, നമ്മൾ ഒരു വഴി പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുത്തു, അത് ഫോളോ ചെയ്തില്ല, എന്നിട്ട് അവര് അപകടത്തിൽ പെടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നില്ലേ, സംഭവിക്കുമോ എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ വരും. ഇനി ചില ആളുകളുണ്ട്, ഉപദേശങ്ങൾ വാങ്ങിക്കും, പക്ഷെ അവര് ഒന്നും ഫോളോ ചെയ്യില്ല. അവർക്ക് അപകടം സംഭവിക്കില്ലേ നമുക്കറിയില്ല, പക്ഷെ അവരൊന്നും ഫോളോ ചെയ്യൂല. അപ്പോൾ ഫോളോ ചെയ്യാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാതെ വരുമ്പോൾ നാച്ചുറലി നമുക്ക് അവരോട് ഒരു ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ ദേഷ്യം, അല്ലെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് വരുന്നു. എന്നാൽ വിതുരർക്ക് അങ്ങനെയുണ്ടോ? വിതുരർ പറ്റാവുന്നതൊക്കെ ധൃതരാഷ്ട്ര ആദ്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്, എന്നിട്ടും വീണ്ടും വരുന്നു. സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഈഗോ കാരണം പറയൂ, ഇനി അവര് എന്നെ പുറത്താക്കി, എന്നോട് മോശമായി കയർത്ത് സംസാരിച്ചു, അങ്ങനെയുള്ള ആളുകളെ ഇനി എനിക്ക് കാണേണ്ട ആവശ്യമില്ല, ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ മിണ്ടില്ല, സംസാരിക്കില്ല എന്നൊക്കെയാണ് നമ്മൾ പറയാ. പക്ഷെ നോക്കൂ വിതുരരെ, അദ്ദേഹം അവിടെയും അതാണ്, ഭഗവാൻ ആരെയും ഒരിക്കൽ കൈവിടില്ല. നമുക്കറിയാം അല്ലെ, ഏത് സാഹചര്യത്തിലും നമ്മൾ ഭഗവാനെ റിജക്ട് ചെയ്താലും ഭഗവാൻ നമ്മളെ റിജക്ട് ചെയ്യാൻ പോകുന്നില്ല. അതേപോലെ തന്നെയാണ് ഭഗവാന്റെ പരിശുദ്ധ ഭക്തരും. ഉത്തമ അധികാരികൾ അങ്ങനെയാണ്. ഉത്തമ അധികാരികൾ ആരെയും കൈവിടില്ല. പ്രഭുപാദിനോട് ഒരിക്കൽ തുടക്കത്തിൽ ഒരു ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷെ, അദ്ദേഹം ഒരു അമ്പലത്തിൽ, ഒരു ടെമ്പിളിൽ ഒരു ബ്രഹ്മചാരിയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പഴയ വാസനകൾ കുറച്ചുണ്ടായിരുന്നു. പുക വലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ പലതവണ അദ്ദേഹം താക്കീത് കൊടുത്തിട്ടുണ്ട്, ടെമ്പിൾ പ്രസിഡന്റ് ചെയ്യരുത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആശ്രമത്തിൽ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, ചെയ്യാൻ പാടില്ല, ഇവിടെ താമസിക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിലൊക്കെ പറഞ്ഞ് ഒരുപാട് താക്കീതുകളും വാർണിംഗും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈവൻ പ്രഭുപാദും കൊടുത്തിട്ടുണ്ട്. അവർ ടെമ്പിൾ പ്രസിഡന്റ് മാത്രമല്ല, അങ്ങനെ പല തവണയായി ഇദ്ദേഹത്തെ കുറിച്ച് കംപ്ലൈന്റ് വരുന്നു. അവസാനം പ്രഭുപാദിന്റെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് കുറച്ച് ഭക്തർ വന്ന് പറഞ്ഞു, പ്രത്യേകിച്ചും പ്രഭുപാദിന്റെ സെക്രട്ടറി ആയിട്ടുള്ള അത്രയും സീനിയർ ആയിട്ടുള്ള സന്യാസി, പ്രഭുപാദ് സന്യാസം കൊടുത്തിട്ടുള്ള, പ്രഭുപാദിന്റെ കൂടെ എപ്പോഴുള്ളവര്, അവരൊക്കെ വന്ന് പറഞ്ഞു പ്രഭുപാദിനോട്, പ്രഭുപാദ് ഒരുപാട് ചാൻസ് ആയി അദ്ദേഹത്തിന് കൊടുക്കുന്നു, ഇനി നമുക്ക് അദ്ദേഹത്തെ അവിടെ നിർത്തുന്നതിന് അർത്ഥമില്ല. കാര്യം അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് കാരണം മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ടാവുന്നു. മറ്റുള്ളവർക്കും, അതായത് നമ്മൾ ആക്ഷൻ ഒന്നും എടുക്കാതിരുന്നാൽ അവർക്കും തോന്നും ഇനി ഞങ്ങൾക്കും എന്തും ചെയ്യാം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇത്രയും ചാൻസ് കൊടുക്കേണ്ട ആവശ്യം എന്താണ്, നമുക്ക് അദ്ദേഹത്തെ പുറത്താക്കാം എന്നുള്ളത് പറഞ്ഞു. പ്രഭുപാദ് എടുത്ത വഴിക്ക് പറഞ്ഞു, നോ, പാടില്ല, അദ്ദേഹം പറഞ്ഞു ഒന്നും ചെയ്യണ്ട എന്നല്ല, നമ്മൾ വീണ്ടും താക്കീത് കൊടുക്കാം, വീണ്ടും നമ്മൾ വാണിംഗ് കൊടുക്കാം എന്നാണ് പ്രഭുപാദ് പറഞ്ഞത്. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞ
ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിത്യാനന്ദ പ്രഭു ജഗായിയും മദായിയും റിജക്ട് ചെയ്തിട്ടില്ല. നിത്യാനന്ദ പ്രഭു ചെയ്തിട്ടില്ല, പിന്നെ നമ്മൾ ആരാണ് ചെയ്യാൻ എന്നാണ് ചോദിക്കുന്നത്. അതാണ് ശുദ്ധഭക്തരുടെ മനസ്സ്. വിദുര മഹാത്മൻ നമ്മളെ പഠിപ്പിക്കുന്നു. എത്രയോ നോക്കൂ, ചെറിയ സംഭവമായിട്ട് തോന്നാം. ഇപ്പൊ അരമണിക്കൂറായി, എന്നോട് ക്ഷമിക്കണം. ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ ഇരിക്കുന്നു. ഭഗവാൻ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഭഗവാന്റെ ഭക്തർ ഒരുപാട് നമ്മളെ പഠിപ്പിക്കുന്നു ഇതിലൂടെ. ഓക്കെ, അടുത്ത ശ്ലോകത്തിലേക്ക് ഇനി കിടക്കാം. 9. കയാ വൃത്യാ വർത്തിതം വശ് ശരദ്ഭിക്ഷിതിമണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനീഹ ഭൂതലേ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 9. കയാ വൃത്തയാ വർത്തിതം പശ്ചരദ്ദീക്ഷിതി മണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവദാനീഹ ഭൂതലേ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഇപ്രകാരം ഈ ഭൂമിയുടെ ഉപരിതലത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ അങ്ങയുടെ ജീവസന്ധാരണം എങ്ങനെയാണ് നടത്തിയിരുന്നത്? ഏതെല്ലാം പുണ്യസ്ഥലങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലുമാണ് അങ്ങ് സേവനം അനുഷ്ഠിച്ചത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നു വിദുരരോട്, എവിടേക്കാണ് അങ്ങ് പോയത്? ഏതെല്ലാം തീർത്ഥാടന സ്ഥലങ്ങളിൽ പോയി? അവിടെ പോയപ്പോൾ അങ്ങ് എന്താണ് ചെയ്തത്? എങ്ങനെയായിരുന്നു അങ്ങയുടെ ദിനചര്യ? എന്തൊക്കെ സേവനങ്ങളാണ് അങ്ങ് ചെയ്തത്? ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. യുധിഷ്ഠിര മഹാരാജാവിന്റെ ചോദ്യം വളരെ ഭംഗിയായിട്ടുള്ള നല്ലൊരു ചോദ്യമാണ്. നോക്കൂ, കാര്യം ഈ ഒരു അതായത് അറിയാൻ വേണ്ടിയിട്ട് വിദുരർ അനുഭവിച്ചിട്ടുള്ള, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം. വിദുരർ സാധാരണ ഒരു വ്യക്തിയല്ല. അദ്ദേഹം ജീവിത പരിചയമുണ്ട് അദ്ദേഹത്തിന് ഒരുപാട്, യുധിഷ്ഠിര മഹാരാജാവിനേക്കാൾ കൂടുതൽ. മാത്രമല്ല അദ്ദേഹം എല്ലാവരുടെയും അഭ്യുദയകാംക്ഷിയാണ്, പരിശുദ്ധ ഭക്തനാണ്. യുധിഷ്ഠിര മഹാരാജാവിനെ അറിയാം. അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഒരു തീർത്ഥാടനത്തിൽ നിന്ന് ഒരുപാട് വരിഷ്ഠരായിട്ടുള്ളവരെ കണ്ടിട്ടുണ്ടാവും, അവരുമായിട്ട് സമ്പർക്കം ഉണ്ടായിട്ടുണ്ടാവും, അവരിൽ നിന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഭഗവാനെ കുറിച്ച്. അപ്പോൾ ഇതെല്ലാം കേൾക്കുവാൻ യുധിഷ്ഠിര മഹാരാജാവിന് ആഗ്രഹമാണ്. യുധിഷ്ഠിര മഹാരാജ് ചോദിക്കുവാണ്, ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നു ഓരോരോ കാര്യങ്ങൾ, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത്, എവിടെ പോയി, ആരെല്ലാം കണ്ടു, എന്തൊക്കെ സംഭവിച്ചു, അങ്ങെങ്ങനെയാണ് അങ്ങയുടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയത്, അങ്ങയുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ള ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്, അതുകൊണ്ട് പറഞ്ഞാലും. ഈ ഒരു ചോദ്യവും നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളെക്കാൾ വരിഷ്ഠരായിട്ടുള്ള ഭക്തരുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു സംഘം നമുക്ക് കിട്ടുമ്പോൾ, അവരുമായിട്ടുള്ള അസോസിയേഷൻ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം. കാര്യം അവര് നമ്മളെക്കാൾ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഒരുപാട് മുന്നിൽ ഭക്തിയിൽ പോകുന്നവരായിരിക്കും. അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരാവാൻ, ചിലപ്പോൾ പരിശുദ്ധ ഭക്തരായിരിക്കാം, അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തരാവാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തുന്നവരായിരിക്കാം. അവരും ശുദ്ധഭക്തരുടെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ്. കാര്യം അവർ ആ മാർഗത്തിലാണ്. അങ്ങനെയുള്ള ഭക്തരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള അസോസിയേഷൻ നമുക്ക് കിട്ടുമ്പോൾ മാക്സിമം നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യണം. യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അതായത് അങ്ങനെയുള്ള ഭക്തരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന പോലെ, അവർ സാധന ചെയ്യുന്ന പോലെയോ, അല്ലെങ്കിൽ അവർ ശാസ്ത്രങ്ങൾ പഠിക്കുന്ന രീതിയോ എന്താണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉള്ള ഒരു അവസരമാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പാഴാക്കരുത്. യുധിഷ്ഠിര മഹാരാജാവ് നമ്മളെ പഠിപ്പിക്കുന്നു, വരിഷ്ഠരായിട്ടുള്ളവർ വരുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മുടെ ശുദ്ധീകരണത്തിന്. അത് കേൾക്കുമ്പോൾ ആർക്കാണ് ബെനിഫിറ്റ്? കേൾക്കുന്ന ആളുകൾക്ക്, അല്ലെ? കേൾക്കുന്ന ആളുകൾക്കുള്ള ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലും വേണം നമ്മളും ചോദിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് ചോദിക്കാനുള്ള ഒരു ആഗ്രഹം ആദ്യം വേണം. അതാണ് ഫസ്റ്റ് കാര്യം. ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരണം. അത് നാച്ചുറലി വരേണ്ട കാര്യമാണ്. കാര്യം നമുക്ക് ഭഗവാന്റെ ഭക്തരുടെ ആ ഒരു മഹാത്മ്യം മനസ്സിലാക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ശുദ്ധ ഭക്തരുടെ മഹാത്മ്യം മനസ്സിലാക്കുമ്പോൾ, തീർച്ചയായിട്ടും അവരുടെ ഒരു അസോസിയേഷന് വേണ്ടി
നമ്മൾ കാത്തിരിക്കണം, അല്ലെങ്കിൽ അസോസിയേഷന് വേണ്ടി നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ മനസ്സിലായിട്ടുള്ള ഒരാൾക്കേ ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നു എന്ത് വൈഷ്ണവൻ, ഓക്കെ, കാര്യമല്ല. അങ്ങനെയുള്ള ഒരു വിശ്വാസം, ഭക്തരിൽ വിശ്വാസം ഇല്ലാത്തവർ കനിഷ്ഠരാണ്. കനിഷ്ഠാധികാരികൾ അങ്ങനെയാണ്, ഭക്തരിൽ വിശ്വാസമില്ല. ഏറ്റവും വലിയ ശുദ്ധ ഭക്തൻ മുമ്പിൽ നിന്നാലും അവർക്ക് ആ ഭക്തനെ സേവിക്കാനുള്ള മനോഭാവം ഉണ്ടാവില്ല. അത് കനിഷ്ഠരാണ്. അങ്ങനെ അധികാരികളുടെ ലക്ഷണങ്ങളാണ് അതെല്ലാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിൽ ഇരുന്നാൽ പോരാ. ഭഗവാൻ പറയുന്നു, എന്നേക്കാൾ കൂടുതൽ എന്റെ ഭക്തരെയാണ് നിങ്ങൾ എല്ലാവരും സേവിക്കേണ്ടത്. എന്റെ ഭക്തരുടെ സേവകരായി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അങ്ങനെയാണ്. എന്നെ സേവിക്കുന്നേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ എന്നെ ആരാധിക്കുന്നേക്കാൾ കൂടുതൽ എന്റെ ഭക്തരെ ആരാധിച്ചാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷൻ. ഓക്കെ, പ്രഭുപാദജി പറയുന്നു, വാനപ്രസ്ഥ ആശ്രമത്തെ കുറിച്ച് ഭാവാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിതുരർ ആരാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ദുര്യോധനൻ എങ്ങനെയാണ് വിതുരരുടെ മുഖത്ത് നോക്കി നിങ്ങൾ ശൂദ്രപുത്രനാണെന്ന് പറഞ്ഞതൊക്കെ അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത്. എന്നാൽ വിതുരര് ദുര്യോധനന്റെ വാക്കുകൾ വേദനയൊന്നും ഉണ്ടാക്കിയില്ല അദ്ദേഹത്തിന്. അതാണ് പ്രത്യേകത. അദ്ദേഹത്തിന് വേദനയൊന്നും ഉണ്ടാക്കില്ല, അദ്ദേഹത്തിന് ആക്ച്വലി സന്തോഷമായി. കാര്യം അവിടെ നിന്ന് പോയി തീർത്ഥാടനത്തിന് പോകാനും വരിഷ്ഠരായിട്ടുള്ള ശുദ്ധ ഭക്തരെ കാണുവാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ്. ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും കേൾക്കുവാനും ഒക്കെ ഉള്ള ആ ഒരു ചാൻസ് അദ്ദേഹം വിട്ടില്ല. അദ്ദേഹം അതൊരു വലിയൊരു അനുഗ്രഹമായി, ഭഗവാന്റെ അനുഗ്രഹമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പ്രഭുപാദജി പറയുന്നു, അതും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിൽ പ്രഭുപാദ് ഒരു കാര്യം കൂടെ പറയുന്നു, വാനപ്രസ്ഥ എന്ന് പറയുന്ന ആശ്രമത്തെ കുറിച്ച്. വാനപ്രസ്ഥ ആശ്രമം നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ ഒരു സമയമാകുമ്പോൾ വേണ്ടതാണ് എന്നുള്ളതാണ് പ്രഭുപാദ് ഇതിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഭുപാദ് പറയുന്നു, വൃന്ദാവനം, ഹരിദ്വാർ, ജഗന്നാഥപുരി, പ്രയാഗ്, പിന്നെ മായപ്പൂർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം, ഇതെല്ലാം പുണ്യ തീർത്ഥങ്ങളാണ്, പുണ്യ സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാധാരണ ആളുകൾ വാനപ്രസ്ഥം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ബാക്കിയുള്ള ജീവിതമെല്ലാം, ഭൗതികമായിട്ടുള്ള ജീവിതത്തിന്റെ നമ്മുടെ മെയിൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും അതായിരിക്കണം, ഭഗവാന്റെ സേവനങ്ങൾക്കായി പൂർണ്ണമായിട്ടും ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ പ്രഭുപാദ് പറയുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് വൃന്ദാവനം, ഹരിദ്വാർ, പുരി, മായപ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ശുദ്ധ ഭക്തരുണ്ട്. അങ്ങനെയുള്ള ഭക്തരെ കാണുവാനും അവരുമായിട്ടുള്ള സംഘവും നമുക്ക് അവിടെ പോകുമ്പോൾ കിട്ടുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈവൻ ഒന്നുമില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കഴിക്കുവാനും താമസിക്കുവാനുമുള്ള ഒരുപാട് സദനങ്ങൾ പോലും അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള ഒരുപാട് പ്രായമായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും താമസിക്കാനുള്ള സ്ഥലങ്ങളും ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രഭുപാദ് പറയുന്നത് വാനപ്രസ്ഥ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി താമസിക്കണം എന്നുള്ളതല്ല. വാനപ്രസ്ഥ ആശ്രമം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാ റെസ്പോൺസിബിലിറ്റീസും, ഭൗതികമായിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും മാറ്റിവെച്ചുകൊണ്ട് ഇനി ബാക്കിയുള്ള സമയം, നമുക്ക് ഇനി എത്രമാത്രം വർഷങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല, ബാക്കിയുള്ള സമയം ഭഗവാന് വേണ്ടി മാത്രം മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇവിടെ ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു. ശ്ലോകം 10. മനോഹരമായിട്ടുള്ള ശ്ലോകമാണത്, അതിമനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ഭവദ്വിധാ ഭാഗവതാസ് തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥികൂർവന്തി തീർത്ഥാണി സ്വാന്തസ്തേനാഗതാഭൃത. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഞാൻ വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവദ്വിധാ ഭാഗവതാസ്തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗതാഭൃതാം. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്. ഹേ വിഭോ, അങ്ങേ പോലുള്ള ഭക്തന്മാർ നിശ്ചയമായും പുണ്യസ്ഥലങ്ങളുടെ മൂർത്തിഭാവമാണ്. പരമദിവ്യോത്തമ പുരുഷനെ സ്വന്തം അന്തരംഗത്തിൽ വഹിക്കുകയാൽ അങ്ങ് എല്ലാ സ്ഥലങ്ങളെയും തീർത്ഥസ്ഥലങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, ഭഗവാന്റെ ശുദ്ധഭക്തര് തീർത്ഥ സ്ഥലങ്ങളിൽ പോകുമ്പോൾ
ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ആ തീർത്ഥസ്ഥലം ശുദ്ധമാവുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള തീർത്ഥാടനം ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ഗംഗാ നദി ഒഴുകുന്ന സ്ഥലം, യമുന ഒഴുകുന്നതൊക്കെ അവിടെ അതിനും തീരം എന്നൊക്കെ പറയുമ്പോൾ തീരത്ത് ഉള്ള സ്ഥലങ്ങളാണ് ഈ തീർത്ഥാടന സ്ഥലങ്ങൾ. ഈവൻ ഹരിദ്വാറിൽ പോകുമ്പോൾ അവിടെയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തീർത്ഥഭൂമികളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് നമ്മളെ പോലുള്ള പാപികൾ ആയിട്ടുള്ള ആളുകൾ പോയി നമ്മുടെ പാപം കളയാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. പല ആളുകളും ആ ഒരു മനോഭാവത്തോടു കൂടി പോകുന്നവരുണ്ട്. ഗംഗയിൽ പോയി കുളിച്ചാൽ, യമുനയിൽ പോയി കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും നശിച്ചു പോകും. പക്ഷെ സംഭവിക്കുന്ന എന്താണ്? ഗംഗയിലും യമുനയിലും നമ്മുടെ പാപവും കർമ്മവും നമ്മൾ ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകുമ്പോൾ തീർത്ഥാടന സ്ഥലത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ ആത്മീയ തലത്തിൽ നോക്കുമ്പോൾ സംഭവിക്കുന്നുണ്ടോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാര്യം ഭഗവാന്റെ ഒരു പ്രസൻസ് ഉണ്ട്. എന്നാലും തീർച്ചയായിട്ടും ഒരു എഫക്റ്റ് ഉണ്ട്. കാര്യം ഇത്രയധികം പാപികൾ വരുമ്പോൾ അത്രയും പാപത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ ആ ഇൻഫ്ലുവൻസ് അവരെ ബാധിക്കില്ല. ഈ തീർത്ഥ സ്ഥലങ്ങളെ ബാധിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ശുദ്ധ ഭക്തരുണ്ടാവും. ആ പരിശുദ്ധ ഭക്തര് അവിടെ ഉണ്ടാവും. പരിശുദ്ധ ഭക്തരെ വിസിറ്റ് ചെയ്യാനും വരും. അങ്ങനെയുള്ള ഭക്തരുടെ ക്വാളിറ്റി കൊണ്ട്, അവരുടെ പരിശുദ്ധി കൊണ്ട് തീർത്ഥസ്ഥലങ്ങളും ശുദ്ധമാവുന്നു. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു, ഇങ്ങനെയുള്ള ശുദ്ധ ഭക്തര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വൃന്ദാവനത്തിലേക്ക് പോകുന്നു, മായപ്പൂരിൽ പോകുന്നു, നവദ്വീപിൽ പോകുന്നു, ജഗന്നാഥ്പുരിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ധാമിലേക്ക് പോകുന്നതിന്റെ ഒരു എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ ഒന്ന് നോക്കൂ, പരിശുദ്ധ ഭക്തരായിട്ടുള്ള വിതുരരെ പോലുള്ള ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും, കേരളത്തിലാണെങ്കിലും അബുദാബിയിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും അതൊരു ധാമല്ല. പക്ഷെ പരിശുദ്ധ ഭക്തർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി ഈ ശ്ലോകം പറയുന്നു, അതായത് ആ തീർത്ഥ സ്ഥലത്തെ പ്രതിനിധീകരിക്കുന്നവരെ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നു, ഭവദ്വിദ ഭാഗവദാസ് തീർത്ഥഭൂത സ്വയം വിഭോ തീർത്ഥി കൂർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗതാവൃത. പരിശുദ്ധ ഭക്തര് അവരുടെ ഹൃദയത്തിൽ ഭഗവാനായിരിക്കും എപ്പോഴും. ഭഗവാനെയാണ് അവര് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവര് പോകുന്ന സ്ഥലങ്ങളൊക്കെ ധാമാണ്. അല്ലെങ്കിൽ ധാം അവരാണ്. ആ പരിശുദ്ധ ഭക്തര് ധാമിനെയും പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭക്തരുടെ സംഘം നമുക്ക് കിട്ടുവാണെങ്കിൽ, ഇപ്പോൾ വൃന്ദാവനത്തിൽ പോയ പോലെ, അല്ലെങ്കിൽ നമ്മൾ വൃന്ദാവനം ധാമിന്റെ ഒരു പൊട്ടൻസി തീർച്ചയായിട്ടും ഉണ്ട്. എന്നാലും നമ്മൾ അവിടെ പോയി നമ്മൾ വേണ്ട ഒരു ഭാവത്തിലല്ല വൃന്ദാവനത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പ്രയോജനമില്ല. മറിച്ച് ഒരു ശുദ്ധഭക്തൻ നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ, ധാമിലല്ലെങ്കിൽ പോലും ആ ധാമിൽ പോകുന്നതിന്റെ എല്ലാ എഫക്റ്റും നമുക്ക് കിട്ടുന്നു. കാര്യം ആ പരിശുദ്ധ ഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാൻ മാത്രമാണ്. അതാണ് പറയുന്നത്, തീർത്ഥ സ്ഥലങ്ങളെ പ്രതിനിധീകരിക്കുന്നു ശുദ്ധഭക്തര് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നു, കാര്യം യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിട്ടില്ല. എന്നാൽ വിതുര മഹാത്മൻ പോയി വരുവാണ്. അപ്പോൾ പറയുന്നു, അങ്ങ് തീർത്ഥസ്ഥലങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഭഗവാൻ അങ്ങയുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചോദ്യം ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്. കൂടുതൽ ഭഗവാനെ കുറിച്ച് കേൾക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ചോദിക്കുന്നത്. ഇതേ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഗംഗാദേവി ഭൂമിയിലേക്ക് വരുന്നേക്കാൾ മുമ്പ് ഗംഗാദേവിക്ക് കൺസേൺ ഉണ്ടായിരുന്നു. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത്. ഇവിടെയുള്ള ആളുകൾ ഉള്ള പാപമെല്ലാം നമ്മളെ എന്നിൽ അല്ലെങ്കിൽ പാപനാശിനി എന്ന് പറഞ്ഞിട്ട് വന്ന് കുളിക്കുന്നു. അങ്ങനെ ഒരുപാട് കൺസേൺ ഗംഗാ നദിക്കുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ലീല പിന്നീട് ഭാഗത്തിൽ നമ്മൾ കാണും. ഭാഗീരഥ മഹാരാജ എങ്ങനെയാണ് ഗംഗാദേവിയെ താഴോട്ട് കൊണ്ടുവരുന്നതെന്നുള്ളത്. അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. എന്നാണെങ്കിലും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഗംഗാദേവി കൊണ്ടുവരാൻ നേരത്ത് ഗംഗാദേവിക്ക് രണ്ട് പ്രശ്നങ്ങളായിരുന്നു ഉന്നയിച്ചത്. പ്രശ്നം ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകൾ വന്ന്, പാപികളായിട്ടുള്ള ആളുകൾ വന്ന് കുളിച്ച് എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ച് എന്നിൽ ഉപേക്ഷിച്ച് പോകും എന്നുള്ളൊരു കൺസേൺ അവർ റേസ് ചെയ്തു. അതേപോലെ പറഞ്ഞു, ഈ
ഗംഗാദേവിയുടെ അല്ലെങ്കിൽ ഗംഗയുടെ ആ ഒരു ഒഴുക്ക് താങ്ങാൻ പറ്റില്ല ശരിക്കും. ശരിക്കും ആ ഒഴുക്ക് നമുക്ക് ഭൂമിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്താണ് മഹാദേവൻ ഭഗവാൻ ശിവൻ വരുന്നതും ശിവൻ അതുകൊണ്ട് ആ ഗംഗയെ ഹോൾഡ് ചെയ്യുന്നു. അങ്ങനെ ഭഗവാൻ ശിവന്റെ ശിരസിൽ നിന്ന് താഴോട്ട് ഒഴുകുവാണ് പിന്നീട്. അതുകൊണ്ട് അതിന്റെ ഫോഴ്സ് അദ്ദേഹം കൺട്രോൾ ചെയ്തിട്ടാണ് താഴോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഭൂമിയിൽ അല്ലെങ്കിൽ ഗംഗ ശരിക്കും പറയുകയാണെങ്കിൽ ഭൂമിയിൽ നിന്നും താഴോട്ട് പോകാനുള്ള അത്രയും ഫോഴ്സ് ഉണ്ട്, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഗംഗ ദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ശിവനും അതേപോലെ ഭഗവാൻ ശിവൻ വരും, അവിടെ പിക്ചറിൽ വരുന്നു. ഭാഗീരഥൻ പറയുന്നു, ഗംഗാദേവിയോട് പറയുന്നുണ്ട്, വിഷമിക്കേണ്ട ആവശ്യമില്ല, പരിശുദ്ധ ഭക്തരെല്ലാവരും അങ്ങയുടെ ഗംഗയിൽ വന്ന് കുളിക്കും. അങ്ങനെ പരിശുദ്ധ ഭക്തരുടെ പ്രസൻസിൽ ഗംഗ ശുദ്ധമാവും എന്നുള്ളത്. അപ്പോൾ പാപികളായിട്ടുള്ള ആളുകൾ പാപം കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗംഗയിൽ പോയി കുളിച്ച് പാപം ഉപേക്ഷിക്കുമ്പോൾ ഗംഗ പ്യൂരിഫൈ ആവുന്നത് ശുദ്ധഭക്തർ വരുമ്പോഴാണ്. അതാണ് പറയുന്നത്. അങ്ങനെ ആണ് പിന്നീട് ഗംഗ താഴോട്ട് വരുന്നതൊക്കെ. പറയുന്നു നമ്മുടെ ആചാര്യന്മാര് പറയുന്നു, ഗംഗാര പരസ് ഹൊയിലെ പാശ്ചാത്യ പാവൻ ദർശനെ പവിത്ര കരോ യേ തോമാരാ ഗുൺ. അതായത് ഗംഗയിൽ പോയി കുളിക്കുമ്പോൾ പല ആളുകളും പാപം കളയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നവര് നമ്മൾ ശുദ്ധരാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ശുദ്ധമാവാൻ വേണ്ടി അല്ലെ. എന്നാൽ പറയുന്നു പരിശുദ്ധ ഭക്തരുടെ ദർശനം എന്ന് പറയുന്നത് ഗംഗയിൽ പോയി കുളിക്കുന്നേക്കാൾ ശക്തിയാണെന്ന്. ശുദ്ധ ഭക്തരുടെ ദർശനം, ആ ദർശനത്തിലൂടെ തന്നെ ലവമാത്ര സാധുസംഘ, ആ സാധുസംഘത്തിലൂടെ ഈവൻ ദർശനത്തിലൂടെ തന്നെ നമ്മൾ ശുദ്ധരാവുന്നു എന്നാണ് പറയുന്നത്. അത്രയും ശക്തിയുണ്ട് ഭഗവാന്റെ ഭക്തർക്ക്. ഓക്കെ, ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാന്റെ പല ശക്തികളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ശ്രീല പ്രഭുപാദ് പറയുന്നു, വിതുരര് ശുദ്ധഭക്തരാണ്, അതുകൊണ്ട് വിതുരരുടെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട് എല്ലായും. അതായത് വിതുരരുടെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ഭഗവാനെ എല്ലായിടത്തും കാണുന്നു അല്ലെ. അപ്പോൾ വിതുരര് തീർത്ഥാടനത്തിന് പോയപ്പോഴും അദ്ദേഹത്തിന് എല്ലാം കാണുവാനും സ്ഥലങ്ങൾ കാണുവാൻ മാത്രമല്ല ഭഗവാന്റെ പ്രസൻസ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ പ്രഭുപാദ് ഇവിടെ നമ്മളെ ഉപദേശിക്കുന്നു, അതായത് നമ്മളും തീർത്ഥാടനത്തിന് പോകുമ്പോൾ ആക്ച്വലി ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പോയി സ്ഥലങ്ങൾ പോയി കാണുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവിടെയുള്ള ശുദ്ധഭക്തർ എവിടെയാണോ ആ പരിശുദ്ധ ഭക്തരെ കാണുക എന്നുള്ളതാണ്. അവരുടെ ദർശനം എടുക്കുക. അവരുടെ ദർശനത്തിൽ മാത്രമല്ല, അവരെ സേവിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ സേവിക്കുക. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരിൽ നിന്ന് കേൾക്കുക, ഹരികഥ കേൾക്കുക. അവരെന്തെങ്കിലും നമുക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷൻസും തരുവാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ പോയി ഓട്ടത്തോടോട്ടം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നടക്കില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ധാമിൽ പോകുമ്പോൾ സമയമില്ല നമുക്ക്. ഒരു അമ്പലത്തിൽ നിന്ന് അടുത്ത അമ്പലം, അടുത്ത അമ്പലത്തിൽ നിന്ന് അടുത്ത അമ്പലം. തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല, നല്ല കാര്യം തന്നെയാണ്, സംശയമില്ല. എന്നാലും ഓർക്കണം, അമ്പലങ്ങൾ പോകുന്നതും ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് ശുദ്ധഭക്തരെ കാണുക, അവരിൽ നിന്ന് കേൾക്കുക എന്നുള്ളത്. അതാണ് ശരിക്കും നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നത്. കാര്യം ആ ധാമിന്റെ പൊട്ടൻസി തന്നെ അങ്ങനെയുള്ള ശുദ്ധഭക്തരിലാണ് ഉള്ളത്. അമ്പലത്തിൽ നമ്മൾ പോയി അമ്പലത്തിലെ ശ്രീമൂർത്തി വിഗ്രഹങ്ങളെ കാണുന്നുണ്ടാവും, ദർശനം എടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ആ ഒരു നമ്മുടെ ഉള്ളിൽ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ പരിശുദ്ധ ഭക്തരിൽ നിന്ന് നമ്മൾ കേൾക്കണം ഭഗവാനെ കുറിച്ച്. ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ആക്ച്വലി ധാം നമുക്ക് തരുന്ന ആ ഒരു പൊട്ടൻസി കിട്ടില്ല. അതാണ്. ഇനി എന്താണ് പറയുന്നത് പ്രഭുപാദ്? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ താഴോട്ട് പ്രഭുപാദ് പറയുന്നു, പരിശുദ്ധ ഭക്തരിൽ നിന്ന് കേൾക്കണം എന്നുള്ളത്.
നല്ല ഭക്തർ എന്ത് ചെയ്യുന്നത്? വേറെ ഭക്തരിൽ നിന്ന് കേൾക്കാൻ നോക്കും. വിതുര മഹാത്മൻ ഓൾറെഡി അദ്ദേഹം ശുദ്ധ ഭക്തനാണ്. പക്ഷെ അദ്ദേഹം തീർത്ഥസ്ഥലങ്ങളിൽ തീർത്ഥാടനത്തിന് പോയപ്പോൾ നമ്മുടെ മൈത്രേയ ഋഷിയിൽ നിന്ന് കേട്ടു, അല്ലെ? അപ്പോൾ മൈത്രേയ ഋഷിയുടെ അടുത്ത് പോയി അദ്ദേഹം കേൾക്കുന്നു. അപ്പൊ അദ്ദേഹത്തെക്കാൾ വരിഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയെ നോക്കി അദ്ദേഹം വിതുരരെ സംബന്ധിച്ച് വിതുരരെ വിനയമുള്ള പരിശുദ്ധ ഭക്തനായതുകൊണ്ട് എല്ലാവരെയും അദ്ദേഹത്തെക്കാൾ മുകളിലാണ് കാണുന്നത്. ഉദ്ധവരോട് പോലും ചോദിച്ചു. ഉദ്ധവർ പ്രായത്തിൽ കുറവാണ്. ഉദ്ധവരുടെ ഉപദേശങ്ങൾ ചോദിച്ചപ്പോൾ ഉദ്ധവർ പറഞ്ഞു, എനിക്ക് സാധിക്കില്ല, അങ്ങ് മൈത്രേയ ഋഷിയുടെ അടുത്ത് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശുദ്ധഭക്തര് എപ്പോഴും ഭഗവാനെ കുറിച്ച് കേൾക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള തീർത്ഥാടനത്തിന് പോകുമ്പോൾ അവര് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് എന്നുള്ളത്. ഓക്കെ, ഇതേപോലെ 3-ാമത്തെ സ്കന്ധത്തിൽ ഒരു ശ്ലോകം വരുന്നുണ്ട്. സെയിം ഈ ഒരു കണക്ഷനിൽ വരുന്നത്, അതായത് പരിശുദ്ധ ഭക്തരുടെ ഈ ഭക്തര് പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവര് പോകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടി അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്നു. അപ്പോൾ അവർ പോകുമ്പോൾ ആ സ്ഥലമൊക്കെ ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ധാമിലല്ല ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് ശുദ്ധഭക്തർ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലവും ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. കാര്യം അവരുടെ ഉള്ളിൽ, ഹൃദയത്തിൽ ഭഗവാനാണുള്ളത്. 3-ാമത്തെ സ്കന്ധത്തിൽ ശ്ലോകം വരുന്നുണ്ട്, 5-ാമത്തെ അധ്യായത്തിൽ. ജനസ്യ കൃഷ്ണാദ് വിമുഖസ്യ ദൈവാത് അധർമ്മശീലസ്യ സുദുഃഖിതസ്യ അനുഗ്രഹായേണ ചരന്തി നൂനം ബോധാനി ഭവ്യാനി ജനാർദ്ദനസ്യ. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഭഗവാന്റെ ഭക്തര് ഇങ്ങനെ സഞ്ചരിക്കുന്നു പല സ്ഥലങ്ങളിലേക്കും. ഭഗവാനെ പ്രതിനിധീകരിച്ചിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണ്? മറ്റുള്ളവരോടുള്ള മഹാകാരുണ്യം കൊണ്ടാണ് അവർ പോകുന്നത്. കാര്യം അവരെ ഈ ആത്മീയ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവര് എല്ലായിടത്തും പോയി അവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ശുദ്ധഭക്തരുടെ. അങ്ങനെയുള്ള ഒരുപാട് പരിവ്രജകാചാര്യകൾ ഉണ്ടാവും. അവര് പരിവ്രജകാചാര്യ എന്ന് പറയുമ്പോൾ അവരൊരു സ്ഥലത്ത് ഇരിക്കില്ല, പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്ത് അവിടെയുള്ള സാധാരണ ആളുകളെല്ലാം ഭക്തരാക്കി മാറ്റുന്നു. ഓക്കെ, ശ്ലോകം 11. അപിനാ സുഹൃദസ്താത ബാന്ധവാ കൃഷ്ണദേവത ദൃഷ്ടാ ശ്രുതാ വാ യദവ സ്വപൂര്യാം സുഖമാസത്തെ. ഒരു നിമിഷം, അതിനു മുമ്പ് വായിക്കാൻ ആരോ മുന്നോട്ട് വന്നിരുന്നു, അവർ വായിക്കട്ടെ. ഓക്കെ, വായിക്കാം. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു? വായിച്ചോളൂ. അഭിനസുഹൃത്താദാ കൃഷ്ണദേവതഃ ദൃഷ്ടാശ്രുതാപായതഃ സുപൂര്യം സുഖമാസത്തെ. വിവർത്തനം. ശ്രീല പ്രഭാതർ കീജി. എന്റെ ഇളയച്ച, അങ്ങ് നിശ്ചയമായും ദ്വാരക സന്ദർശിച്ചിരിക്കും. ആ പുണ്യസ്ഥലത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവനത്തിൽ സദാ ആമഗ്നരായ നമ്മുടെ മിത്രങ്ങളും അഭ്യുതകാംക്ഷികളുമായ യദുവംശർ വസിക്കുന്നു. അങ്ങ് അവരെ സന്ദർശിച്ചിരിക്കാം, അല്ലെങ്കിൽ അവരെ കുറിച്ച് ശ്രവിച്ചിരിക്കാം. അവരൊക്കെ നമ്മുടെ ഭവനത്തിൽ ആമോദത്തോടെ വസിക്കുന്നുവോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പറയുന്നു, കൃഷ്ണ മഹാരാജു ചോദിക്കുന്നു, തീർച്ചയായിട്ടും അങ്ങ് ദ്വാരകയിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. കാര്യം നമ്മുടെ ഭഗവാൻ കൃഷ്ണന്റെ സ്ഥലമാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനും ഒരുപാട് ഭക്തരുണ്ട് അവിടെ, ദ്വാരകയിലുണ്ട്. എല്ലാ ഭക്തരും ഇവിടെ പറയും, ദ്വാരകവാസികൾ മുഴുവനും ഭഗവാൻ കൃഷ്ണന്റെ സേവനം, ഇവിടെ കൃഷ്ണ ദേവത എന്നാണ് പറയുന്നത്. ഭഗവാൻ കൃഷ്ണന്റെ സേവനങ്ങളിൽ ഒരുപാട് വ്യാപൃതരായിട്ടിരിക്കുന്നവരാണ്. അവരെ കണ്ടുവോ എന്നാണ് ചോദിക്കുന്നത്. അവരെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്തു പറയുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, കൃഷ്ണദേവത എന്ന് പറയുന്ന ഇവിടെ അഭിസംബോധന ചെയ്യുന്നു. കൃഷ്ണ ദേവത എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പ്രഭുപാദ് പറയുന്നു.
അതായത് അതായത് ആരെല്ലാമാണോ ഭഗവാന്റെ സേവനങ്ങളിൽ എപ്പോഴും വ്യാപൃതരായിട്ടിരിക്കുന്നത്, ഭഗവാനെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നത്, വേറൊന്നും ആഗ്രഹമില്ല, ഭഗവാനെ സേവിക്കുക മാത്രം, ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആണ്. അതാണ് ഭക്തരുടെ ഒരു മനോഭാവം. അപ്പോൾ യാദവര് അല്ലെങ്കിൽ ദ്വാരകയിലുള്ള ദ്വാരകാവാസികൾ എല്ലാവരും അങ്ങനെയായിരുന്നു. അവരെല്ലാവരും ഭഗവാന്റെ സന്തോഷം മാത്രമേ കാണുന്നുള്ളൂ. എല്ലാവരെയും സേവിക്കാൻ അല്ലെങ്കിൽ ഭഗവാനെ സേവിക്കുവാൻ വേണ്ടി അവർ എല്ലാം ബാക്കിയെല്ലാം മാറ്റിവെച്ച് ഭഗവാനെ സേവിക്കുന്നു എപ്പോഴും. അവരുടെ ജീവിതം മുഴുവനും ഭഗവാനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇതിൽ നിന്ന് നമുക്കുള്ള ലെസൺ എന്താണെന്ന് വെച്ചാൽ, ദ്വാരകയിലുള്ള ആളുകൾ അത് മിക്കവാറും എല്ലാവരും ഗൃഹസ്ഥരായിരുന്നു. ഇപ്പൊ ഭഗവാന്റെ ഭക്തരെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഗൃഹസ്ഥാശ്രമത്തിൽ ഉള്ളവരുണ്ട്. സന്യാസം ആശ്രമത്തിലുള്ളവര് മാത്രമല്ല ഭഗവാനെ സേവിക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ തെറ്റായി വിചാരിക്കും, സന്യാസിയാണെങ്കിൽ, ബ്രഹ്മചാരിയാണെങ്കിൽ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാതെ ഉണ്ടാവുമ്പോൾ നമുക്ക് കൂടുതൽ ഭഗവാനെ സേവിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരുപക്ഷെ സാധിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അതാലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. സ്ഥാനസ്ഥിത, നമ്മൾ ഏത് സ്ഥാനത്താണുള്ളത് അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ സ്ഥാനസ്ഥിത ശ്രുതികതാം തനു വാഗ് മനോഭീർ, എവിടെയാണോ നമ്മളുള്ളത് അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ കുറിച്ച് കേട്ട് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും എല്ലാം നമ്മൾ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഏത് ആശ്രമം ആണെങ്കിലും ഭഗവാനെ നമുക്ക് നല്ല രീതിയിൽ സേവിക്കുവാൻ സാധിക്കും. ആശ്രമം മാറേണ്ട ആവശ്യമില്ല, നമ്മുടെ മനോഭാവത്തെ മാത്രം മാറ്റിയാൽ മതി. പ്രഭുപാദ് അതാണ് പറയുന്നത് ഇവിടെ. ഭാവത്തിൽ പറയുന്നു, വീട്ടിലിരുന്നിട്ടോ വീട് വിട്ടു പോകുന്നതോ എന്താണെങ്കിലും കുഴപ്പമില്ല. വീട്ടിലിരുന്നാൽ പോലും നമുക്ക് വേണമെങ്കിൽ ശുദ്ധഭക്തനെ സംബന്ധിച്ച്, ശുദ്ധഭക്തരെ സംബന്ധിച്ച് അവര് വീട് വിട്ടു പോകുന്നില്ലെങ്കിൽ പോലും അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ സേവിക്കാൻ സാധിക്കും. വീട് വിട്ടു പോകേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ചില ആളുകൾ വീട് വിട്ടു പോകുന്നു, അവരും ഭഗവാനെ നല്ല രീതിയിൽ സേവിക്കുന്നു. അപ്പോൾ എവിടെ പോകുന്നു, എവിടെയാണ് നമ്മളുള്ളത്, ഏത് ആശ്രമമാണ് എന്നുള്ളതല്ല വിഷയം. എവിടെയാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് സേവിക്കേണ്ടത്? അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദിയനാവർത്തം ആനുകൂല്യേന കൃഷ്ണാനുശീലനം. പ്രഭുപാദ് അതാണ് പറയുന്നത്. അനുകൂലമായിട്ടുള്ള സേവനമാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രഭുപാദ് എന്നിട്ട് ഇവിടെ കംസന്റെയും ജരാസന്ധം ശിശുപാലന്റെയൊക്കെ ഉദാഹരണം പറയുന്നു. അവരൊക്കെ അസുരന്മാരായിരുന്നു. അവരെപ്പോഴും ഭഗവാനെ ഓർത്തിരുന്നു, ഭഗവാനെ സ്മരിച്ചിരുന്നു, പക്ഷെ അനുകൂലമായിരുന്നില്ല എന്ന് മാത്രം. അനുകൂലമായിട്ടുള്ള സേവനമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കംസൻ, ജരാസന്ധൻ, ശിശുപാലനൊക്കെ അവരുടെ പാതയെല്ലാം നമ്മൾ പിന്തുടരേണ്ടത്, മറിച്ച് നമ്മൾ പിന്തുടരേണ്ടത് യുധിഷ്ഠിര മഹാരാജാവിന്റെയും പാണ്ഡവരുടെയും, അതേപോലെ തന്നെ കുന്തി മഹാറാണി, ഭീഷ്മ പിതാമഹൻ, പ്രഹ്ലാദ് മഹാരാജ്, ധ്രുവ മഹാരാജ്, ഇവരെല്ലാവരെയുമാണ് നമ്മുടെ മോഡൽസ്. അല്ലാതെ കംസനും ജരാസന്ധനും ശിശുപാലനും അല്ല. കാര്യം അവര് അനുകൂലമായിട്ടുള്ള സേവനമല്ല ചെയ്തിട്ടുള്ളത്. ഓക്കെ, ശ്ലോകം 12. ഇതിയുക്തോ ധർമ്മരാജേന സർവം തത് സമവർണയത് യഥാനുഭൂതം ക്രമശോ വിനാ യദുകുലക്ഷയം. ഹരേ കൃഷ്ണ. ആയിക്കോട്ടെ പ്രഭു. ഒരാള് ജ്ഞാനാംബിക മാതാജി വായിക്കും തൽക്കാലം. ഹരേ കൃഷ്ണ. ഇത്യുക്തോ ധർമ്മരാജേന സർവം തത് സമവർണയത് യഥാനുഭൂതം ക്രമശോ വിനാ യദുകുലക്ഷയം. വിവർത്തനം ശ്രീല പ്രഭുപാദ് കീ ജയ്. മഹാരാജാവ് യുധിഷ്ഠിരൻ അപ്രകാരം ആരായുകയാൽ മഹാത്മാവ് വിതുരർ യദുവംശം ഉന്മൂലനം ചെയ്യപ്പെട്ട വൃത്താന്തമൊഴികെ അദ്ദേഹം സ്വയം അനുഭവിച്ചറിഞ്ഞതൊക്കെയും ക്രമേണ വിവരിച്ചു. ഹരേ കൃഷ്ണ. തൊഴിൽ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിന്റെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ വിതുര മഹാത്മൻ ഉത്തരം പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നുണ്ട്. അദ്ദേഹം
അനുഭവിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതെല്ലാം പറയുന്നു. ഒരു കാര്യം ഒഴികെ. എന്താണ്? യദുവംശത്തിന്റെ നാശം, ക്ഷയത്തെക്കുറിച്ച്, യദുകുല ക്ഷയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. ബാക്കിയെല്ലാം അദ്ദേഹം പറഞ്ഞു. ബാക്കിയെല്ലാം അദ്ദേഹം പറയുന്നു. അപ്പോൾ യദുകുലം, നമുക്കറിയാം യദുകുല ക്ഷയം എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നവരായിരുന്നു അവരെല്ലാവരും, ദ്വാരകയിലുള്ളവരെല്ലാവരും. അപ്പോൾ അതിൽ യദുകുലത്തിൽ അല്ലെങ്കിൽ അവിടെ കുറച്ചുപേര് ഭഗവാന്റെ കൂടെ ആത്മീയ ലോകത്തിൽ നിന്ന് വന്നവരുണ്ട്. അങ്ങനെയുള്ളവർ തിരിച്ച് ആത്മീയ ലോകത്തിലേക്ക് ഭഗവാൻ പോകുന്നതിന്റെ ഒപ്പം പോകുന്നു. കുറച്ച് ദേവതമാരുണ്ട്. ദേവതമാര് ഭഗവാനെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, യദു വംശത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവര് തിരിച്ച് ദേവതമാരുടെ പോസ്റ്റിലേക്ക് പോകുന്നു. ആ ദേവതമാരുടെ പോസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പാണ് പ്രഭാസ ക്ഷേത്രത്തിൽ ആളുകൾ ഈ പറയുന്ന യദു വംശത്തിലുള്ളവർ അടികൂടുന്നു എന്നൊക്കെ, മദ്യം കഴിച്ച് ലഹരി ഉപയോഗിച്ച് അടികൂടുന്നു എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ ആ ഒരു കാര്യം ആക്ച്വലി അത് ഭഗവാന്റെ നിയോഗപ്രകാരം നടന്നതാണ്. കാര്യം ലീല അവസാനിപ്പിക്കാനുള്ള സമയമായി. യദുവംശത്തിലെ എല്ലാവരെയും അവരവരുടെ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള സമയമായി. അപ്പോൾ ഭഗവാൻ പോയപ്പോൾ ആത്മീയ ലോകത്തിൽ നിന്ന് വന്നവരെ കൊണ്ടുപോയി. ദേവതമാരെ പ്രഭാസ ക്ഷേത്രത്തിലേക്ക് വിടുന്നു. അവരാണ് പിന്നെ അവിടെ നിന്ന് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി ആ ശരീരം ഉപേക്ഷിച്ച് അവര് ദേവതമാരെ തിരിച്ച് പോകുന്നു. അപ്പോൾ നമ്മളിതിൽ തെറ്റിദ്ധരിക്കാനൊന്നുമില്ല. എല്ലാം ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് ഭഗവാൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങളും ശരിയാണ്, അതേ ശരിയുള്ളൂ. അപ്പോൾ ഏത് വഴി വേണമെങ്കിലും അദ്ദേഹം സ്വീകരിക്കാം. അത് എന്താണെന്നുള്ളത് ഭഗവാന്റെ താല്പര്യമാണ്. അപ്പോൾ പ്രഭാസ ക്ഷേത്രത്തിൽ ദേവതമാര് അടികൂടുമ്പോൾ അതിൽ നിന്ന് നമ്മളെ ഒരുപാട് ലെസൺസ് പഠിപ്പിക്കുന്നുണ്ട്. ഈവൻ ഇൻക്ലൂഡിങ് ലഹരി പോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളത് പോലും അതിൽ നിന്ന് പഠിപ്പിക്കുന്നു. അല്ലാതെയും വേറെ റീസൺസ് ഉണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും അവരെല്ലാവരും തിരിച്ചു പോകുന്നു ഭഗവാന്റെ അടുത്തേക്ക്. അവസാനത്തെ ശ്ലോകം ഇന്നത്തെ. നാനു അപ്രിയം വിഷഹം നൃണാം സ്വയം ഉപസ്ഥിതം നാവേദയത് സകരുണോ ദുഃഖിതാൻ ദ്രഷ്ടും അക്ഷമഃ. ഹരേ കൃഷ്ണ. പ്രഭു വായിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. നന്യപ്രിയം ദുർവിഷഹം നൃണാം സ്വയമുപസ്ഥിതം നാവേദയത് സകരുണോ ദുഃഖിതാൻ ദ്രഷ്ടുമക്ഷമാം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. പാണ്ഡവരെ ഒരു സമയത്തും ദുഃഖിതരായി ദർശിക്കാൻ കഴിയാത്തതിനാൽ കരുണാർദ്രനായ മഹാത്മാവ് വിതുര അത്യന്തം അപ്രിയവും അസഹ്യവുമായ ഈ സംഭവത്തെ അവരോട് വെളിപ്പെടുത്തിയില്ല. കാരണം വിപത്തുക്കൾ സ്വയം വന്നു ചേരുന്നു. ഹരേ കൃഷ്ണ. വിതുര മഹാത്മൻ അദ്ദേഹത്തിന് പാണ്ഡവരോട് യദുവംശത്തിലുള്ളവരെയും ഭഗവാനും കൃഷ്ണനെ കുറിച്ചൊക്കെ പറയുവാൻ അദ്ദേഹത്തിന് വിഷമമായി. കാര്യം അതത്ര നല്ലൊരു വാർത്തയല്ല. കേൾക്കുമ്പോൾ പാണ്ഡവർക്ക്, യുധിഷ്ഠിര മഹാരാജാവിനും പാണ്ഡവർക്ക് ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യമാണ്. അവരെ വിഷമിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് അദ്ദേഹം തൽക്കാലം അദ്ദേഹം പറഞ്ഞില്ല. കാര്യം സമയമാവുമ്പോൾ അവരത് അറിഞ്ഞോളും എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് നമ്മളായിട്ട് ഇനി അതിൽ കൂടുതൽ എന്താ പറയാ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. സമയമാവുമ്പോൾ അവര് അറിഞ്ഞോളും, വേണ്ട തീരുമാനങ്ങൾ അതനുസരിച്ച് അവരെടുത്തോളും എന്ന് വിതുര മഹാത്മാവിന് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള ഇതൊരു ലെസൺ ആണ് നമുക്ക്. പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ന്യൂസുകൾ നമുക്ക് ആദ്യം പറയാൻ, പ്രസന്റ് ചെയ്യാൻ ചില ആളുകളിൽ, നമ്മളിൽ പലവരിലും ഉള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, എന്ത് സംഭവിച്ചു എന്നറിയോ, അവിടെ എന്ത് സംഭവിച്ചു എന്നറിയോ, അത് ഫസ്റ്റ് ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത് ഞാനാവണം, നമ്മളാവണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവരാണ് പലവരും. അങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസിൽ നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുമ്പോൾ ആക്ച്വലി മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ന്യൂസ് കൊടുക്കാൻ പാടില്ല. കാര്യം ഇപ്പോൾ വിതുര മഹാത്മാവിന് വേണമെങ്കിൽ പറയാമായിരുന്നു ദ്വാരകയിൽ സംഭവിച്ച കാര്യങ്ങളും ഭഗവാന്റെ തിരോഭാവത്തെ കുറിച്ചൊക്കെ, അദ്ദേഹം തിരിച്ച് സ്വധാമത്തിലേക്ക് പോയി എന്നുള്ളത്, അതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരക്ഷരം വേണ്ടിയില്ല.
കാര്യം അത് പാണ്ഡവരെ വിഷമിപ്പിക്കുന്ന കാര്യമാണെന്നറിയാം. എന്നാൽ അവര് സമയമാകുമ്പോൾ അറിഞ്ഞോളും. അതുകൊണ്ട് ഞാനായിട്ട് പറയുന്നില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ ബ്രേക്കിംഗ് ന്യൂസ് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അറിയാം, ആ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ പാണ്ഡവരുടെ ഹൃദയം ബ്രേക്ക് ആവും. അതുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല. ഇപ്പോൾ ഇതെല്ലാം നമുക്കുള്ള ലെസൺസ് ആണ്. അതായത് സെൻസിറ്റിവിറ്റി ഉണ്ടാവണം എന്നുള്ളത്. സ്ഥലവും സമയവും ആളുകളുടെ അവസ്ഥയും മനോഭാവവും മനസ്സും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാന്നുള്ളതല്ല. പിന്നെ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ഫ്രേസ് വരുന്നു, ദുഃഖിതാൻ ദ്രഷ്ടും അക്ഷമഃ. അതായത് എല്ലാവരോടും അതായത് കാരുണ്യം തോന്നുന്നു. ദുഃഖിതാൻ ദുഃഖിതാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിച്ചിരിക്കുന്നത്. ദ്രഷ്ടും കാണുക, അക്ഷമ അതായത് മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ വിഷമമാണ്. അതായത് വിതുരർക്ക് പാണ്ഡവരുടെ വിഷമം കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല. ഇത് ഒരു വൈഷ്ണവന്റെ ക്വാളിറ്റിയാണ്. പരദുഃഖ ദുഃഖി. മറ്റുള്ളവരെ വിഷമിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നത്. ചിലവരുണ്ട്, അതിൽ നമ്മളും ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും, പര ദുഃഖ സുഖി. മറ്റുള്ളവർ ദുഃഖിക്കുന്ന കാണുമ്പോൾ സുഖം തോന്നുന്നത്. ഈ സുഖം നമ്മൾ ഒരുപക്ഷെ പുറത്ത് പറയില്ല, കാണിക്കുകയില്ല. പുറമേ നമ്മൾ ആക്ട് ചെയ്യും. ഓ, എന്തൊക്കെ സംഭവിച്ചു, പാവം, അങ്ങനെ സംഭവിക്കാൻ പാടില്ല കേട്ടോ, ഇത് പാടില്ലായിരുന്നു, അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അത് ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിരുന്നു. ഇതെല്ലാം ഞാൻ വെറുതെ പറയുന്നതല്ല. ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ പലപ്പോഴും നമ്മളിൽ വരും. ഇതെങ്ങനെ എനിക്ക് അറിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ ഉള്ളിൽ തോന്നലായിരിക്കും. അതായത് എനിക്ക് ഇതുപോലെ തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറയില്ലല്ലോ, എക്സ്പീരിയൻസ് ചെയ്യില്ലല്ലോ. അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും എവിടെയും എത്തിയിട്ടില്ല. ഇതെല്ലാം ഭാഗവതവും ഓരോ വരികളും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരദുഃഖ ദുഃഖിയായിരിക്കണം. മറ്റുള്ളവരുടെ വിഷമം നമ്മുടെ വിഷമത്തെക്കാൾ കൂടുതലായിരിക്കണം. നമ്മുടെ വിഷമം ടോളറേറ്റ് ചെയ്യാം. ഭഗവാൻ പറയുന്ന പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, താം തിതിക്ഷസ്വ ഭാരത മാത്ര സ്പർശാസ്തു കൗന്ദേയ. സാരമില്ല, നിങ്ങൾ മറ്റുള്ളവർ ദുഃഖിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വേദന വേണം. അവരുടെ അവസ്ഥ ആലോചിച്ച് നമ്മുടെ കാര്യം ഓക്കെ, നോ പ്രോബ്ലം. അതാണ് ശുദ്ധഭക്തരുടെ മനസ്സ്. ഭഗവാൻ ശിവൻ അങ്ങനെയാണ്. 8ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ കാണുന്നു, സമുദ്രമന്ഥന ലീല നടക്കുന്ന സമയത്ത് തപ്യന്തേ ലോകതാപേന സാധവ പ്രായശോ ജന പരമാർത്ഥം തദ്ധി പുരുഷസ്യാഖിലാത്മനഃ. അവിടെ മഹാദേവൻ ഭഗവാൻ ശിവൻ, അതായത് മന്ത്രം നടക്കുന്ന സമയത്ത് വിഷം പുറത്തു വന്നപ്പോൾ ആ വിഷം ഒരു ചെറിയൊരു ഡ്രോപ്പ് താഴെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും അവസാനിക്കും. അത്രമാത്രം ഘോരമായിട്ടുള്ള വിഷമാണ്. ആ സമയത്ത് എല്ലാവരും വിഷമിക്കുന്നു. എല്ലാ ദേവതമാർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഭഗവാൻ വിഷ്ണു നേരെ ശിവനോട് പറയുന്നു. ഭഗവാൻ ശിവൻ അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. നമുക്കറിയാം നീലകണ്ഠനായി മാറിയത്. അപ്പോൾ ഭഗവാൻ ശിവൻ അങ്ങനെയാണ്. അദ്ദേഹം എല്ലാവരോടും മഹാകൃപയാണ്, കാരുണ്യമാണ്, പരദുഃഖ ദുഃഖിയാണ് അദ്ദേഹം. മറ്റുള്ളവർക്ക് ദുഃഖം വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ പറയുന്ന അതാണ്, തപ്യന്തേ ലോകതാപേന സാധവ പ്രായശോചന. മറ്റുള്ളവരുടെ താപം, വിഷമം കാണാൻ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവനവൻ വിഷമങ്ങൾ സ്വീകരിക്കാം. അതായത് അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ സഫർ ചെയ്യാൻ റെഡിയാണ്, ഞാൻ അനുഭവിക്കാൻ റെഡിയാണ്. എന്നാൽ അവര് ബുദ്ധിമുട്ടരുത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുന്നത് എന്നാണ്. ഇതെല്ലാം ആർക്കാ സാധിക്കുന്നത്? സാധു ജനങ്ങൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ താപം, അവരുടെ വിഷമം ഞാൻ സ്വീകരിക്കാം, പക്ഷെ അവര് സന്തോഷമായിട്ടിരിക്കട്ടെ, അത് ഞാൻ അനുഭവിച്ചോളാം. അപ്പൊ നമ്മൾ ഇൻകൺവീനിയൻസ് സ്വീകരിക്കുന്നു. ഇങ്ങനെയുള്ള താപം നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും കർമ്മം അനുസരിച്ച് വരുന്ന കാര്യമല്ല പറയുന്നത്, നമ്മൾ അത് എടുക്കുന്നു. എന്നാൽ അവരെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി. മഹാദേവൻ അതാണ് ചെയ്തത്. അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു,
അതുകൊണ്ടാണ് അദ്ദേഹം വൈഷ്ണവാനം യഥാ ശംഭു എന്ന് പറയുന്നത്. നിമ്നഗാനം യഥാ ഗംഗ, ദേവാനം അച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭു. വൈഷ്ണവാനാം യഥാ ശംഭു. പരമ വൈഷ്ണവനാണ് അദ്ദേഹം. കാര്യം വൈഷ്ണവരുടെ മനസ്സെങ്ങനെയായിരിക്കണം? പരദുഃഖ ദുഃഖിയാണ്. അതിൽ ഏറ്റവും മുകളിലാണ് ഭഗവാൻ ശിവന്റെ സ്ഥാനം. ഇവിടെ വിതുരരും റെപ്രസെന്റ് ചെയ്യുന്നു ഇതെല്ലാം. കാര്യം അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് നമ്മളിവിടെ കാണുന്നു. ശുദ്ധ ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിനും പാണ്ഡവരുടെ വിഷമവും കാണാൻ സാധിക്കില്ല. അവർക്ക് അദ്ദേഹത്തിന് വിഷമമാണ്. ഓക്കെ, സോ ഇതെല്ലാമാണ് ഈ ഒരു ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന കാര്യം. ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ ലെസൺസ് ഭഗവാന്റെ കൃപ കൊണ്ട് ചർച്ച ചെയ്തു. ഇങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ വെറുതെ ഓടിച്ചു പോവാം വായിച്ച്. പക്ഷേ അതിന്റെ ഒരു സ്റ്റോറി ലൈനൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനകത്ത് ഇരിക്കുന്ന പാഠങ്ങൾ, ലെസൺസ് നമുക്ക് കിട്ടില്ല. അതിന് നമ്മൾ ഇതുപോലെ കുറച്ചെങ്കിലും, ഇത്രയും അല്ല, ഇനിയും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും കിട്ടും. പക്ഷെ ഭഗവാൻ എന്ത് തോന്നിപ്പിക്കുന്നു ഇവിടെ ഇരിക്കുമ്പോൾ, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി വായിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ തോന്നും, ചിലപ്പോൾ വായിക്കുമ്പോൾ ഒന്നും തോന്നില്ല. അതുകൊണ്ട് ചില സമയത്ത് ഒന്നും വരില്ല. എല്ലാം ഭഗവാൻ തീരുമാനിക്കുന്ന പോലെയാണ്. അപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ സമയം കുറച്ച് കൂടുതലായി. ആ ഒരു സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തതായിരുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. ഗ്രന്ഥരാ ശ്രീമദ് ഭാഗവതം की जय, जगत गुरु श्रीला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, सचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम निताय गौर प्रेमानंदे. हरे कृष्ण. हरे कृष्ण प्रभु. हरे कृष्ण. हरे कृष्ण. हरे कृष्ण प्रभु प्रणाम. हरे कृष्ण. हरे कृष्ण. थैंक यू प्रभु हरे जी. कृष्ण. धन्यवाद. प्रभु प्रणाम. हरे 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 थैंक यू प्रभु. हरे कृष्ण. हरे कृष्ण. Thank you. Hare Krishna. Pranam. हरे हरे कृष्ण. कृष्ण. हरे Okay. सर्वोपेक्षा कृपा हरे कृष्ण. गौरी वैष्णव वृंद की जय. हरिनाम संकीर्तन की प्रभात. हरे कृष्णा. हरे कृष्ण. हरे कृष्ण. Hare Krishna. हरे कृष्ण.